ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കളിക്കൂടിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നീതുവിന്റെ വീട്ടില് ഹരീഷും നീതുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയും, അത് വലിയൊരു പ്രശ്നമാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നീതുവിന്റെ ആങ്ങളെ വന്ന് ഹരീഷിന്റെ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം നീതുവിന്റെ അച്ഛനും അമ്മയും ഹരീഷിന്റെ വീട്ടിൽ വന്നിട്ട് ഒരുപാട് ബഹളം വെക്കുന്നുണ്ട്, ഒരുപാട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് എന്റെ മകളെ തരാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി മേലെ അവളുടെ പിന്നാലെ നടന്ന് അവളെ ശല്യപ്പെടുത്താനോ അവളുമായിട്ടൊരു ബന്ധം നിലനിർത്തി പോകാനോ നീ ശ്രമിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഒരുപാട് അനാവശ്യങ്ങൾ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവര് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയും തല്ലുകൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സുധീഷും ഹരീഷും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഹരീഷിന്റെ അച്ഛനും പറയുന്നുണ്ട്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുഭാഷ് ഏട്ടൻ രണ്ടുപേരെയും കോംപ്രമൈസ് ചെയ്ത് പോവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പേരോടും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല, സോൾവ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടോട്ട് പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇനി ഇവര് തമ്മിൽ ഇഷ്ടത്തിലായ സ്ഥിതിക്ക് ഞങ്ങൾക്കൊരു വിരോധം നീതുവിനോട് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് അവളെ കല്യാണം കഴിച്ച് തന്നാൽ മതി, ഞങ്ങൾ അവളെ പൊന്നും പൊള്ളും നോക്കിക്കോളാം, അവൾക്ക് ഒരു കുറവും ഞങ്ങൾ വരുത്തില്ല എന്നൊക്കെ സുഭാഷ് ഏട്ടൻ നീതുവിന്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവര് അമ്പിനും വില്ലിനും അടുക്കാത്ത പ്രകൃതക്കാരായതുകൊണ്ട് തന്നെ അവരതിന് കണക്കിനുള്ള മറുപടി സുഭാഷ് ഏട്ടന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട് സുഭാഷിനോട്, ഇങ്ങനത്തെ ഒരു വീട്ടിലേക്ക് ആരെങ്കിലും പെൺകുട്ടികളെ അയക്കോ? പുറത്ത് ഈ വീടിനെ പറ്റി എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ നന്നായിട്ട്. പെണ്ണുങ്ങൾ വാഴാത്ത വീട്, അതുപോലെ തന്നെ 5 ആമ്പിള്ളേർ മാത്രം താമസിക്കുന്ന ഒരു ഹോസ്റ്റൽ, അതുപോലെയാണ് ഈ വീടിനെ എല്ലാവരും കാണുന്നത്. അങ്ങനെ ഇത്രയും തരം താഴ്ന്ന ഒരു വീട്ടിലേക്ക് ഞങ്ങൾ എന്റെ മകളെ അയക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അതിന് നിങ്ങൾ കച്ചകെട്ടിയിരിക്കണ്ട. ഒരിക്കലും എന്റെ മകളെ ഈ വീട്ടിലേക്ക് ഞങ്ങൾ തരില്ല. അതിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ഓരോ പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്ന് നിന്റെ അനിയന്മാര് ഓരോരുത്തരും ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നതല്ലേ. അതെന്തായാലും എന്റെ മകളുടെ കാര്യത്തിൽ നടക്കില്ല എന്നൊക്കെ നീതുവിന്റെ അമ്മ കണക്കിന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നിധി ആ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ. ഇവര് ആണുങ്ങളും പരസ്പരം സംസാരിക്കുന്നുണ്ട്, പക്ഷെ അതിലൊന്നും ഒതുങ്ങുന്നില്ല കേട്ടോ. പിന്നെ നാട്ടുകാരൊക്കെ കൂടും എന്നൊരു ഭയം നിധിക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് ബഹളം വെച്ചിട്ടാണ് നീതുവിന്റെ അച്ഛനും അമ്മയും അവിടെ സംസാരിക്കുന്നത്. അവരുടെ ഭാഗത്ത് ഹരീഷാണ് എല്ലാത്തിനും കാരണക്കാരൻ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അത്രയും ഹാർഷായിട്ടാണ് എല്ലാവരോടും അവർ പെരുമാറട്ടെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം നല്ല രീതിയിൽ തർക്കം മുറുകുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോ നിധി എന്ത് ചെയ്തു? നിധി ഇറങ്ങി ചെല്ലാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിധിക്ക് മനസ്സിലായി വെറുതെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല, ഈ വീട്ടിലെ മരുമകളായിട്ട് വേണം എനിക്ക് അവരോട് നിന്ന് സംസാരിക്കാൻ. അങ്ങനെ സംസാരിച്ചാലേ അതിൽ കാര്യമുള്ളൂ, അല്ലാതെ വെറുതെ വളവള പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുന്ന നിധി ആദ്യം സുധീഷിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ആ തർക്കത്തിന്റെ ഇടയിൽ നിന്ന് സുധീഷിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ സുധീഷ് ആദ്യം പറയുന്നത്, എന്താ നിധി നീ സംസാരിക്കണ്ട, ഞങ്ങളിവിടെ സംസാരിക്കട്ടെ അറിയുമ്പോ നിധി പറയുന്നുണ്ട്, സുധീഷ് ഒന്ന് ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് സുധീഷിനെ വിളിക്കുന്നുണ്ട് അകത്തേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, ആ താലി എവിടെ? ഞാൻ നിങ്ങളുടെ അടുത്ത് എടുത്തു വെക്കാൻ തന്നിരുന്ന ആ താലി എവിടെ ചോദിക്കുമ്പോ സുധീഷ് പറയുന്നുണ്ട്, ഇപ്പൊ എന്തിനാ താലി? അതെവിടെ? എന്താ എന്നോട് എനിക്കത് തന്നേര് തനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിധി പറയുന്നുണ്ട്, എനിക്കത് ആവശ്യമുണ്ടോ, അതൊന്ന് എടുത്തിട്ട് വായോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് സന്തോഷത്തോടെ ആ താലി എടുത്തു വരുന്നുണ്ട്. അതാണ് സുധീഷ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത്രയും കോമഡി ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും കേട്ടോ. ഒരുപാട് പെട്ടികളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓരോ പെട്ടി തുറക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു പെട്ടി, പിന്നെയും പെട്ടി തുറക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു പെട്ടി, അങ്ങനെ ഒരുപാട് പെട്ടികൾക്കുള്ളിലാണ് സുധീഷ് അത് എടുത്തു വെച്ചിട്ടിരിക്കുന്നത്. അത്രയും ഭദ്രമായിട്ടാണ് അത് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെ അത് നിധിക്ക് അത് കാണുമ്പോൾ തന്നെ ദേഷ്യമാണ് വരിക കേട്ടോ. അങ്ങനെ നിധി അത് മേടിച്ച് നിധി അത് കഴുത്തിലിടുന്നുണ്ട്. ആ കഴുത്തിലിട്ടിട്ട് ആ താലിയോട് കൂടിയാണ് നിധി അവരുടെ മുന്നിലേക്ക് ചെല്ലാണ്ട് കേട്ടോ. എന്നിട്ട് പറയാൻ ഒന്ന് നിർത്തുവോ മതി അറിയുന്നുണ്ട്. അപ്പോഴും ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നിധി പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ? മതി, എന്താ നിങ്ങൾക്ക് ഇത്രയും സംസാരിക്കാനുള്ളതെന്ന് പറയുമ്പോ അതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന് പറയുന്നുണ്ട് കേട്ടോ നീതുവിന്റെ അമ്മ. അപ്പൊ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, നിധി നീ ഇതിൽ ഇടപെടണ്ട, ഞങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്തോളാം, നീ അകത്ത് പോയിരിക്കെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിധി പറയുന്നുണ്ട്, ഇത്ര നേരം നിങ്ങൾ സംസാരിച്ചില്ലേ സുഭാഷേട്ടാ, ഇനി ഞാൻ സംസാരിക്കാം, ഇത് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാന്ന് പറഞ്ഞിട്ട് നിധി പറയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ.
ഞാൻ ഈ വീട്ടിലെ മരുമകളാണ്. ഇത്രയും ദിവസം ഞാൻ താമസിച്ചത് ഇവരുടെ എല്ലാം ഈ വീട്ടിലാണ്. ഈ വീട്ടിൽ എനിക്ക് ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലോ പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്ന്. ഞാൻ ഈ വീട്ടിലല്ല താമസിക്കുന്നത്. സുധീഷിന്റെ ഭാര്യയായിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഈ വീടിന്റെ മരുമകളായിട്ടാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഞാൻ സന്തോഷത്തോടെയാണ് ഈ വീട്ടിൽ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിധി വാദിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവർക്ക് വലിയൊരു സന്തോഷമാവുന്നുണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഈ വീട്ടിലെ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കാൻ നിധി നിന്നല്ലോ എന്നുള്ളൊരു സന്തോഷം അവരുടെ എല്ലാവരുടെയും മുഖത്തുണ്ട് കേട്ടോ. ഹരീഷ് നല്ല പയ്യനാണ്. ഹരീഷ് നീതു ഇഷ്ടത്തിലാണ് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് എന്താ ചെയ്തോട്ടെ. ഇനി നീതുവിന് ഇങ്ങോട്ട് വരാനാണ് ഇഷ്ടമെങ്കിൽ അവൾ വന്നോട്ടെ. അത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് നിങ്ങൾ നീതുവിനോടാണ് പറയേണ്ടത്, അല്ലാതെ ഹരീഷിനോടല്ല വന്ന് പറയേണ്ടത്. പിന്നെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ, ഈ വീട്ടിൽ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. നാട്ടുകാർക്കാണോ പറഞ്ഞുണ്ടാക്കാൻ വിഷയങ്ങൾ കിട്ടാത്തത്? ഈ വീട്ടിൽ ഇത്രയും കാലം 5 ആൺകുട്ടികൾ മാത്രമേ താമസിച്ചിട്ടുള്ളൂ വെച്ച് ഇപ്പൊ അതിലൊരു പെൺകുട്ടിയും കൂടി ഉണ്ട്, അത് ഞാനാണ്. ഈ വീട്ടില് രണ്ടാമത്തെ പയ്യനായിട്ടുള്ള സുധീഷിന്റെ ഭാര്യയായിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഈ വീടിന്റെ മരുമകളായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ വീടുമായിട്ട് ഒരു പ്രശ്നമില്ല. എനിക്ക് ഈ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. വേറെ ഇവിടെ ജീവിക്കുന്നതിനേക്കാളും സന്തോഷമായിട്ടും സുരക്ഷിതമായിട്ടാണ് ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത്. അത് ഞാൻ ഗ്യാരണ്ടി തരാം. ഇനി ഈ വീട്ടിലേക്ക് അത്രയും മോശപ്പെട്ട വീടാണ്, ഈ വീട്ടിലേക്ക് തരാൻ പറ്റില്ല, ഇവിടുത്തെ ആൾക്കാർ അത്രയും മോശപ്പെട്ട ആൾക്കാരാണെന്ന് മാത്രം ആന്റി സംസാരിക്കരുത്. അതിനൊരു യോഗ്യത നിങ്ങൾക്കില്ല. നിങ്ങളുടെ വീട്ടിൽ എത്ര സുരക്ഷിതമായിട്ടോ അവൾ ജീവിക്കുന്നത് അതിനേക്കാൾ ഏറെ സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടും നീതു ഇങ്ങോട്ട് വന്ന് ഇവിടെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് നീതു ഈ വീട്ടിലെ ആൾക്കാരൊക്കെ വേണ്ടി നിധി ഒരുപാട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നീതുവിന്റെ അമ്മയ്ക്കും അച്ഛനും വായ അടഞ്ഞു പോകുന്നുണ്ട്. എന്നാലും അവര് തർക്കിക്കാൻ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ പറയാൻ നീ ആരാണ്, എന്താ നിനക്ക് അധികാരം, നീ നിന്റെ പണി നോക്കി കൂടി എന്നൊക്കെ പറഞ്ഞ് നിധിനെ ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നിധി പറയുന്നുണ്ട്, മിണ്ടി പോവരുത്, ഇനി ഈ വീടിന്റെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ചിലക്കാൻ ആരാ അധികാരം തന്നത്? എന്താവശ്യത്തിനാണ് നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കുന്നത്? ഒരു സ്ഥലത്ത് ആൺകുട്ടിയും പെൺകുട്ടിയും പ്രേമിക്കുന്നത് ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നമൊന്നുമല്ല. പിന്നെ ഹരീഷിനോട് ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞത് നീതുവാണ്. അപ്പൊ നിങ്ങൾ അടക്കി ഒതുക്കി നിൽക്കുന്നത് നിങ്ങളുടെ മകളെയാണ്, അല്ലാതെ ഇവിടെ വന്നിട്ടല്ല. നിങ്ങൾക്ക് ഇങ്ങോട്ട് കല്യാണം കഴിച്ച് തരാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ നീതുവിന് വേറെ എവിടേക്കാണ് വെച്ചാൽ കല്യാണം കഴിച്ച് കൊടുത്തോളൂ. അവൾക്ക് ഇഷ്ടമാണെച്ചാ. അതല്ല അവൾക്ക് ഇങ്ങോട്ട് വരാനാണ് ഇഷ്ടച്ചാൽ അത് ഞങ്ങൾ നടത്തി കൊടുക്കും. ഇത് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ ആരും തടയില്ല. അങ്ങനെ വരണ്ടാന്ന് നിങ്ങളുടെ ആഗ്രഹമാണെച്ചാൽ അതിന് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ. അല്ലാതെ ഈ വീടിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കുറയ്ക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ആർക്കുമില്ല. ഇനി ഈ വീട്ടിനെ പറ്റി ഈ വീടിന്റെ ആൾക്കാരെ പറ്റിയിട്ടോ ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. അത് വേണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോളൂ എന്ന് പറഞ്ഞിട്ട് നിധി നന്നായിട്ട് ഭീഷണിപ്പെടുത്തി നന്നായിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും വായ അടഞ്ഞു പോകുന്നുണ്ട്. നിധി ഇങ്ങനെയൊക്കെ സംസാരിക്കും എന്നൊരു അത്ഭുതമായിരിക്കട്ടെ അവർക്ക്. ഇത് കേട്ടതും നിധിയുടെ അച്ഛനും അമ്മയും ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്, ദേഷ്യം വന്ന പോലെ. അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുള്ള നീതുവിനോട് പറയുന്നുണ്ട്, ഇനി മേലെ അവനെ കാണാനോ സംസാരിക്കാനോ നീ തയ്യാറാവരുത്. ആ വീട്ടിലേക്ക് നിന്റെ മനസ്സിലുള്ള ആഗ്രഹം ഒരിക്കലും സാധിക്കില്ല, നടക്കില്ല, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നീതു പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹരീഷിനെ മാത്രമേ കല്യാണം കഴിക്കൂ, ഹരീഷിന്റെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കൂ എന്ന് പറഞ്ഞ അവളും അതേപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന എപ്പിസോഡിൽ തന്നെ നീതുവിന്റെയും ഹരീഷിന്റെ വിവാഹമൊക്കെ വരുന്നുണ്ട്. അത് നടത്തി കൊടുക്കുന്നത് നിധി സുധീഷും ചേർന്നിട്ടായിരിക്കും കേട്ടോ. ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം, ഈ ഒരു തർക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിധി നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി തിരിച്ച താലി ഊരിയിട്ട് സുധീഷിന്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സുധീഷിന് വിഷമാവുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണല്ലോ അവൾ ആ താലി കഴുത്തിലിട്ടത്. എന്നാലും എല്ലാവരും സന്തോഷിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിധി ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചല്ലോ, ഈ വീട്ടിലെ മരുമകളായിട്ട് അവൾ നിന്ന് സംസാരിച്ചല്ലോ എന്നൊരു സന്തോഷം എല്ലാവരുടെ മുഖത്തും മനസ്സിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.